ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ മെഡിസിൻ ആൻഡ് ഹെൽത്ത്. ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം നേടാൻ ആഗ്രഹിക്കുന്നു? പണം, നല്ല വീട്, നല്ല ജോലി, ബിസിനസ്, യാത്രകൾ, കുടുംബത്തിൻ്റെ സന്തോഷം, ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക, ഇവയെല്ലാം ആസ്വദിക്കാൻ ആരോഗ്യമില്ലെങ്കിൽ എന്ത് പ്രയോജനം? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമ്പത്ത് പലപ്പോഴും നമ്മുടെ കൈവശമുണ്ടായിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കാറില്ല. അത് നമ്മുടെ ശരീരവും ആരോഗ്യവുമാണ്. മെഡിസിൻ ആൻഡ് ഹെൽത്ത് എന്ന ശാസ്ത്രലോകം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നിതാണ്: രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗസാധ്യത കുറയ്ക്കുന്ന ജീവിതശൈലി വളർത്തുന്നതാണ് ഏറ്റവും നല്ല നിക്ഷേപങ്ങളിലൊന്ന്. ഒന്നാമതായി പറയുന്നത്, നിങ്ങളുടെ ശരീരം ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾ നിരന്തരം പ്രവർത്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്, പക്ഷേ അതൊരു സാധാരണ യന്ത്രമല്ല. സ്വയം പരിപാലിക്കാനും സ്വയം പൊരുത്തപ്പെടാനും പലതരം നാശനഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനും കഴിയുന്ന അത്ഭുതകരമായ ഒരു ജീവസങ്കേതമാണ്. നമ്മൾ പലപ്പോഴും ശരീരത്തെ ശ്രദ്ധിക്കുന്നത് അത് അസുഖപ്പെടുമ്പോഴാണ്. പക്ഷേ ആരോഗ്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം, പ്രശ്നം വരുന്നതിന് മുമ്പ് ശരീരത്തെ സംരക്ഷിക്കുക. രണ്ടാമത്തത്, പ്രിവെൻഷനാണ് ഏറ്റവും വലിയ മെഡിസിൻ. ഒരു കാറിൻ്റെ ഡാഷ്ബോർഡിൽ വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞാൽ നമ്മളത് അവഗണിക്കാറില്ല. കാരണം ചെറിയ പ്രശ്നം വലിയ പ്രശ്നമായി മാറുന്നതിന് മുമ്പ് പരിഹരിക്കണമെന്ന് നമുക്ക് അറിയാം. നമ്മുടെ ശരീരവും പലപ്പോഴും ചെറിയ സൂചനകൾ നൽകും. ക്ഷീണം, ഭാരം കൂടുക, ശാരീരിക പ്രവർത്തനം കുറയുക, ഉറക്കത്തിലെ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലെ മാറ്റങ്ങൾ, ഇവയെല്ലാം അവഗണിക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് ആവശ്യമായ സമയത്ത് ആരോഗ്യ പരിശോധന നടത്തുക, ഡോക്ടറുടെ ഉപദേശം തേടുക, സ്വന്തം ശരീരത്തിലെ മാറ്റങ്ങളെ ശ്രദ്ധിക്കുക. രോഗത്തെ ഭയക്കേണ്ടതില്ല, പക്ഷേ ആരോഗ്യത്തെ അവഗണിക്കരുത്. മൂന്നാമത്തത് ഭക്ഷണമാണ്. നിങ്ങളുടെ ശരീരത്തിനുള്ള സന്ദേശം. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം വെറും വയറ് നിറയ്ക്കാനുള്ള ഒന്നല്ല. അത് നമ്മുടെ ശരീരത്തിന് ഊർജവും പോഷകങ്ങളും നൽകുന്നു. നമ്മുടെ ഭക്ഷണശീലങ്ങൾ ദീർഘകാല ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് ഓരോ തവണയും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചെറിയ ചോദ്യം സ്വയം ചോദിക്കാം: ഇത് എൻ്റെ ശരീരത്തിന് എന്താണ് നൽകുന്നത്? പച്ചക്കറികൾ, പഴങ്ങൾ, ആവശ്യമായ പ്രോട്ടീൻ, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, മതിയായ വെള്ളം, കൂടാതെ ഹൈലി പ്രോസസ്ഡ് ഫുഡ്സ്, അധിക പഞ്ചസാര, അധിക ഉപ്പ് എന്നിവയുടെ നിയന്ത്രണം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് ശിക്ഷയല്ലാതെ നമ്മുടെ ശരീരത്തോടുള്ള സ്നേഹമാണ്. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന നല്ലൊരു ഭക്ഷണം നാളത്തെ നിങ്ങളുടെ ആരോഗ്യത്തിന് നൽകുന്ന ഒരു ചെറിയ സമ്മാനമാണ്. നാലാമത്തേത്, എക്സസൈസ്. ശരീരത്തിൻ്റെ സ്വാഭാവിക മരുന്ന്. നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ മൂവ്മെൻറ്റ് സ്വാഭാവികമായിരുന്നു. നടക്കുക, ജോലി ചെയ്യുക, കയറുക, ചുമക്കുക, ഓടുക. പക്ഷേ ആധുനിക ജീവിതം നമ്മെ കൂടുതൽ ഇരിക്കുന്ന ജീവിതത്തിലേക്ക് മാറ്റി. രാവിലെ കാറിൽ യാത്ര, ദിവസം മുഴുവൻ കസേരയിലിരിക്കുക, വൈകുന്നേരം വീണ്ടും സോഫയിലിരിക്കുക. ശരീരത്തിന് മൂവ്മെൻ്റ് ആവശ്യമാണ്. നടത്തം വളരെ ലളിതമായ ഒരു തുടക്കമാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് പേശികളും ശരീരത്തിൻ്റെ ശക്തിയും നിലനിർത്താൻ സഹായിക്കും.
ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി എന്നിവയും പ്രായം കൂടുന്തോറും പ്രധാനമാണ്. നിങ്ങൾ അത്ലറ്റ് ആകേണ്ടതില്ല, ജിമ്മിൽ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടതില്ല. പ്രധാനപ്പെട്ടത് കൺസിസ്റ്റൻസിയാണ്. ദിവസവും ചെറിയൊരു മൂവ്മെൻറ്റ് പോലും നിങ്ങളുടെ ശരീരത്തിന് വലിയൊരു സന്ദേശമാണ്. ഞാൻ നിന്നെ പരിപാലിക്കുന്നു. 5-ാമത്തേത് ഉറക്കം. ശരീരത്തിൻ്റെ രാത്രി ജോലി. നമ്മൾ പലപ്പോഴും ഉറക്കത്തെ സമയം പാഴാക്കുന്നതായി കരുതുന്നു. ഇന്ന് കുറച്ച് ഉറങ്ങിയാൽ മതി, വീക്കെൻഡിൽ ഉറങ്ങിക്കൊള്ളാം എന്നിങ്ങനെ നമ്മൾ സ്വയം ആശ്വസിപ്പിക്കും. പക്ഷേ ഉറങ്ങുമ്പോൾ ശരീരം വെറുതെ ഇരിക്കുന്നില്ല. ശരീരവും തലച്ചോറും പല പ്രധാന പ്രവർത്തനങ്ങളും നടത്തുന്നു. ഉറക്കം ഓർമ്മ, മൂഡ്, ഇമ്മ്യൂൺ ഫങ്ഷൻ തുടങ്ങിയ ആരോഗ്യത്തിൻ്റെ പല മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ല ഉറക്കം ലക്ഷറി അല്ല, അത് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. നിങ്ങൾ ഫോൺ ദിവസവും ചാർജ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനും വിശ്രമം ആവശ്യമാണ്. റെസ്റ്റ് ഈസ് നോട്ട് ലേസിനെസ്, റെസ്റ്റ് ഈസ് റിക്കവറി. മെൻ്റൽ ഹെൽത്ത്. 6. മെൻ്റൽ ഹെൽത്തിനും പ്രാധാന്യമുണ്ട്. ആരോഗ്യം എന്നത് ശരീരത്തിൻ്റെ മാത്രം കാര്യമല്ല, നമ്മുടെ മനസ്സും ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. തുടർച്ചയായ സ്ട്രെസ്സ്, അമിതമായ വറി, ഒറ്റപ്പെടൽ, നെഗറ്റീവ് ചിന്തകൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനും സമയം നൽകുക. പ്രകൃതിയിൽ നടക്കുക, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, സുഹൃത്തുക്കളുമായി സംസാരിക്കുക, വായിക്കുക, ധ്യാനം ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനം നൽകുന്നുവെങ്കിൽ അതിനായി സമയം കണ്ടെത്തുക. 7-ാമത്തേത് പ്രായം കൂടുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല. നമ്മുടെ പ്രായം കൂടുന്നത് തടയാനാവില്ല. പക്ഷേ പ്രായം കൂടുന്ന ഓരോ വർഷവും എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് സ്വാധീനിക്കാനാവും. പേശികളുടെ ശക്തി നിലനിർത്തുക, ശരീരത്തിൻ്റെ മൊബിലിറ്റി സംരക്ഷിക്കുക, മസ്തിഷ്കത്തെ സജീവമായി നിലനിർത്തുക, നല്ല ഭക്ഷണം കഴിക്കുക, മതിയായ ഉറക്കം നേടുക, സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക, ആവശ്യമായ മെഡിക്കൽ കെയർ സ്വീകരിക്കുക. ഇവയെല്ലാം ആരോഗ്യകരമായ ഏജിങ്ങിനെ പിന്തുണയ്ക്കാൻ സഹായിക്കും. ഹെൽത്തി ഏജിങ് എന്നത് 20 വയസ്സുകാരനെ പോലെ കാണപ്പെടുക എന്നതല്ല, സ്വന്തം ജീവിതം കഴിയുന്നത്ര സ്വതന്ത്രമായി ആസ്വദിക്കാൻ കഴിയുക എന്നതാണ്. നടക്കാൻ കഴിയുക, യാത്ര ചെയ്യാൻ കഴിയുക, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാവുക, സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനാവുക, ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാനാവുക. 8-ാമത്തേത് അറിവ് മാത്രം പോരാ, ആക്ഷനും വേണം. അപ്പം നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് ധാരാളം അറിവ് ലഭ്യമാണ്. പുസ്തകങ്ങൾ, യൂട്യൂബ് വീഡിയോസ്, ആർട്ടിക്കിൾസ്, പോഡ്കാസ്റ്റ്, ഡോക്ടേഴ്സ്, സയൻറ്റിഫിക് റിസർച്ച്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അറിവ് ജീവിതത്തെ മാറ്റുന്നില്ല. അറിവിനെ പ്രവൃത്തിയാക്കി മാറ്റുമ്പോഴാണ് ജീവിതം മാറുന്നത്. നമ്മൾ പലപ്പോഴും ഭാവിക്കായി പണം സംരക്ഷിക്കുന്നു, കുട്ടികളുടെ ഭാവിക്കായി പണം മാറ്റിവെക്കുന്നു, വീട് വാങ്ങാൻ പണം ശേഖരിക്കുന്നു. പക്ഷേ നമ്മുടെ ഭാവിയിലെ ജീവിതം ആസ്വദിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ആരോഗ്യം. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം.